പാകിസ്ഥാനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. നയതന്ത്ര തലത്തിലെ താക്കീതിന് പിന്നാലെ സൈനിക നീക്കത്തിനും സുസജ്ജമാണ് രാജ്യമെന്ന് അറിയിക്കുകയാണ്. കരനാവിക വ്യോമസേനകൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അണിയറ നീക്കങ്ങളൊക്കെ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് രാവിലെ മുതൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് അതിവേഗം ഓടിച്ചു നോക്കാം. ഇന്ന് പ്രധാനമായും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സേനകളൊക്കെ തന്നെ സുസജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നു. തിരിച്ചടിക്കാൻ വേണ്ടി രാജ്യം സുസജ്ജം എന്ന നിലയിലേക്ക് തന്നെയാണ് നമ്മളുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സൈന്യത്തിലെ തയ്യാറെടുപ്പുകൾ സേനാ നീക്കത്തിന് സജ്ജം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമായും പടക്കപ്പലുകളും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് നാവികസേനയുടെ ചിത്രങ്ങൾ ഇന്ന് ലഭ്യമായി എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നറിയിപ്പായി വരുന്നുണ്ട്. 2 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുന്നു. അത് ഭീകരർക്ക് സഹായം നൽകിയ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ആളുകളുടെ തദ്ദേശീയ ആളുകളുടെ വീടുകളാണ് 2 എണ്ണം കൂടി തകർത്തിരിക്കുന്നത്. മറ്റൊന്ന് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു, നിയന്ത്രണ രേഖയിൽ പ്രകോപനമുണ്ടായിരിക്കുന്നു എന്നതാണ് രാവിലെ ഇന്ന് പ്രധാനമായും നമ്മൾ കേട്ട ഒരു കാര്യം. തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നു. അതേസമയം ആളപായം ഒന്നുമില്ല എന്നത് എന്തായാലും ആശ്വാസകരമായ കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രകോപനവുമായി ബിലാവൽ ഭൂട്ടോ ഇന്ന് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒന്നുകിൽ വെള്ളമൊഴുകുമില്ലെങ്കിൽ ചോര ഇന്ത്യയിൽ നിന്നും ഒഴുകും, അതായത് ഇന്ത്യക്കാരുടെ ചോര ഒഴുക്കും എന്ന മുന്നറിയിപ്പാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ സിന്ധു നദി പാകിസ്ഥാന്റേതാണ് എന്ന വലിയ ഒരു മുന്നറിയിപ്പും അവകാശവാദവും കൂടി ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് 101 പാകിസ്ഥാൻകാർ അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്. കർശനമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ മടങ്ങിപ്പോക്ക്. അട്ടാരി വഴിയാണ് ഈ ഇന്ത്യയിൽ തങ്ങിയ പാകിസ്ഥാൻകാർ മടങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മറ്റൊരു കണക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 287 ഇന്ത്യക്കാർ തിരികെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ 104 പേരാണ് കേരളത്തിൽ പാകിസ്ഥാനികളായി ഉള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് നോക്കുമ്പോൾ 6 താൽക്കാലിക വിസക്കാർ ഇതിനോടകം മടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 98ഓളം ദീർഘകാല വിസയുള്ളവർക്ക് മടങ്ങേണ്ടതില്ല. അതാണ് ഈ കേരളത്തിലെ പാകിസ്ഥാനികളുടെ കണക്ക് വരുന്നത്. മറ്റത് അന്വേഷണത്തിന് തയ്യാറെന്ന് പാകിസ്ഥാൻ കൂടി അറിയിക്കുകയാണ്. കാരണം ആ അന്വേഷണത്തിന് തയ്യാറെന്ന് പാകിസ്ഥാൻ അറിയിക്കുന്നത് സ്വതന്ത്ര അന്വേഷണം ഓക്കെ എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇന്റർനാഷണൽ ഏജൻസികളെയൊക്കെ വെച്ചുള്ള അന്വേഷണം, മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലൊക്കെ ഒരു പക്ഷേ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പാകിസ്ഥാന്റെ ഇങ്ങനെയൊരു നിലപാട് വരുന്നത്. മറ്റൊന്ന് സൈനിക നീക്കങ്ങൾ, ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും നൽകരുത് എന്ന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരികയാണ്. അതായത് തത്സമയ ദൃശ്യ റിപ്പോർട്ടിങ്ങോ മറ്റ് തെറ്റായ വാർത്തകളോ ഒന്നും തന്നെ ഈ ആക്രമണ പദ്ധതികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രാജ്യം നടത്തുന്ന നീക്കവുമായി ബന്ധപ്പെട്ടോ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ്. മറ്റൊന്ന് തദ്ദേശീയ ഭീകരരുടെ പട്ടിക പുറത്ത് ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്നുള്ളതായത്, അതായത് കശ്മീരിലെ തദ്ദേശീയരായ ഭീകരരെ സഹായിക്കുന്ന ആളുകളുടെ പട്ടിക, അതിൽ 16 പേർ ഈ പട്ടികയിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണ് നമ്മൾക്ക് ഏറ്റവും ഒടുവിലായി ഉള്ള സംഭവവികാസങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ എന്തൊക്കെയാണ് സൈനിക തലത്തിലുള്ള നീക്കം എന്ന് കൂടി നോക്കാം. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സിവിലിയൻ ബങ്കറുകൾ വാസയോഗ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഡൽഹിയിൽ നിന്നും വരുന്നു. അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചാൽ ജനങ്ങളെ സുരക്ഷിതരായി മാറ്റുന്നത് ബങ്കറുകളിലേക്കാണ്. 2 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ പാക് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലെ കർഷകർക്ക് സൈന്യം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ਸਾਰੇ ਕੋਟ ਦੀ ਆ ਵੀ 2 ਦਿਨ ਦੇ ਵਿੱਚ ਹੀ ਕਣਕ ਕੱਟ ਲਓ। तकरीबन कणक तो कट ही गई है, तूड़ी बनने वाली रहती है, वो भी बोला भी अपने 2 दिन के बीच काट लो। हम तो सर इसलिए बोलते हैं भी सरकार को भी बोल रहे हैं भी एक बार इसको पाकिस्तान को सबक सिखाना ही चाहिए। आर्मी के साथ हैं, जे निपटना है पाकिस्तान के साथ एक बार निपट लो, अच्छी तरह निपट लो, नहीं तो हम 4 साल के बाद चलो पीछे हम बहुत ज्यादा पीछे चले गए हैं। उन्होंने साडे गुरुद्वारा साहब बुलाया गया है कि 2-3 दिन में अपनी जो कणक की तूड़ी बननी है, पंजाबी दे विच तूड़ी, हिंदी जो उसको भूसा भी बोला जाता है, वो बनाने के लिए किया है भी गुरुद्वारे में बुलाया भी जल्दी तो जल्दी बना लो, बाद च गेट भी बंद हो सकते हैं। सब कुछ पूरा रस होना चाहिए इन्होंने, जवाब पूरा देना चाहिए फुल इन्होंने, इन चाहिए भी ढिले छोड़ने चाहिए करने इन्होंने, फुल चाहिए मैं करने इन्होंने। അതായത് നിലവിലെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അസാധാരണമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോഴുണ്ടാകുന്ന നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് വിലയിരുത്താം. അതിർത്തി വേലിക്കടുത്തുള്ള ഗുരുദ്വാരകളിൽ സൈന്യത്തിന്റെ നിർദ്ദേശം വിളിച്ചു പറയാനും ആരംഭിച്ചിരിക്കുന്നു. ਜ਼ਮੀਨ ਫਾਰਮ ਪਾ ਰਿਹਾ ਉਹ 2 ਦਿਨਾਂ ਦੇ ਤੱਕ ਤੂੜੀ ਬਣਾ ਲੈਣ ਜਿਨ੍ਹਾਂ ਦੀ ਰਹਿੰਦੀ ਆ। ਉਸ ਤੋਂ ਬਾਅਦ BSF ਵੱਲੋਂ ਗੇਟ ਜਿਹੜੇ ਬੰਦ ਕਰ ਦਿੱਤੇ ਜਾਣਗੇ। ਦੁਬਾਰਾ ਬੇਨਤੀ ਆ
ਕਿ ਜਿਨ੍ਹਾਂ ਦੀ ਜ਼ਮੀਨ ਤਾਰੋਂ ਪਾਰ ਆ ਉਹ ਜਿਨ੍ਹਾਂ ਦੀ ਤੂੜੀ ਰਹਿੰਦੀ ਬਣਾਉਣ ਵਾਲੀ ਬਣਾ ਲੈਣ। ਉਸ ਤੋਂ ਬਾਅਦ ਜਿਹੜੇ ਗੇਟ ਆ ਬੰਦ ਕਰ ਦਿੱਤੇ ਜਾਣਗੇ। ਵਾਹਿਗੁਰੂ ਜੀ ਕਾ ਖਾਲਸਾ, ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ഫതേഹ്। പി ബസന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബസന്ത്, ഈ തിടുക്കപ്പെട്ട നീക്കങ്ങൾ എന്തിന്റെ സൂചനയാണ്? എന്തൊക്കെ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്? പ്രജിഷ, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയാണ് ഇത്. അതായത് കർഷകരോട്, അതായത് ഈ അതിർത്തിക്കടുത്തുള്ള മേഖലകളിൽ കൃഷി ചെയ്യുന്നവരോട് സൈന്യം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് 2 ദിവസത്തിനുള്ളിൽ വിളവെടുക്കണം എന്നുള്ളതാണ്. 2 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. ഈ വിവരം അവിടെയുള്ള ഗുരുദ്വാരകളിലൂടെ ഇത് വിളിച്ചു പറയുന്നുമുണ്ട്. അട്ടാരിയിലെ വാഗ അതിർത്തിയിലുള്ള വേലിക്ക് സമീപമുള്ള, അതായത് അതിർത്തി വേലിക്ക് സമീപമുള്ള കൃഷി ഇറക്കിയിട്ടുള്ളവരോടാണ് ഇക്കാര്യം സൈന്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാനാണ് നിർദ്ദേശം. അതായത് തിങ്കളാഴ്ചയ്ക്കകം ഈ നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു സൈനിക നീക്കം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവിടെ ഉള്ളവരെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ അവിടെയുള്ള കൃഷി ചെയ്തിട്ടുള്ള കർഷകരോടും തന്നെ ഇക്കാര്യം അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അക്കാര്യം നിങ്ങളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ അറിയിക്കുന്നതിന് ഗുരുദ്വാരകൾ വഴി ഇക്കാര്യം അനൗൺസ് ചെയ്യാനുള്ള നിർദ്ദേശവും സൈന്യം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള പല ഗുരുദ്വാരകളിലും ഇക്കാര്യം വിളിച്ചു പറയുന്നത്. പ്രജീഷ്, ബസന്ത്, ഇനിയുള്ള മറ്റ് നീക്കങ്ങൾ സംബന്ധിച്ച്, കാരണം കരസേന മേധാവി അവിടെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി, ഡൽഹിയിൽ നിന്നുള്ള മറ്റ് എന്തെങ്കിലും നീക്കങ്ങൾ, കാരണം നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ കൂടുതലായി ഇനി മറ്റൊന്നും ഇനി തിടുക്കപ്പെട്ട് ഉണ്ടാകില്ലല്ലോ. മറ്റ് കൂടിക്കാഴ്ചകളോ മറ്റെന്തെങ്കിലും നീക്കങ്ങളായിട്ടുള്ളോ കാര്യങ്ങളോ ഡൽഹിയിൽ നിന്നും അറിയാൻ കഴിയുന്നുണ്ടോ ബസന്ത്? പ്രജീഷ്, ഇതിൽ മറ്റൊരു വിഷയം, ഈ കർഷകരോട് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന് സമാനമായി തന്നെ ഇപ്പോൾ അതിർത്തി, അതായത് നിയന്ത്രണ രേഖയിൽ പൂഞ്ച്, രജൗരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നാട്ടുകാർ തന്നെ ഇപ്പോൾ ഈ ബങ്കറുകൾ, അതായത് ഒരു ഏറ്റുമുട്ടലോ സംഘർഷമോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സുരക്ഷിതരായി നാട്ടുകാരെ മാറ്റുന്ന ഒരു മേഖലയാണ് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഈ ബങ്കറുകൾ വൃത്തിയാക്കുന്ന നടപടികൾ ഇപ്പോൾ സജീവമായി നടക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഈ ബങ്കറുകളൊക്കെ തന്നെ വൃത്തിയാക്കിയ ശേഷം അവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ഒരുക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നു. അപ്പോൾ ഏത് സമയവും ഒരു ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് ഇതൊക്കെ നൽകുന്നത് എന്നുള്ളതാണ്. ഇന്നും ഡൽഹിയിൽ ഉന്നതതല യോഗങ്ങൾ ഉണ്ടായിരുന്നു. വിദേശ മന്ത്രാലയം കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ടുള്ള ആ കരാർ മരവിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഇന്ന് ഈ പറയുന്ന ഉന്നതതല യോഗങ്ങൾ വിദേശ മന്ത്രാലയത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ചില പാക് നയതന്ത്ര ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നാളേക്കകം ഇവർ മടങ്ങിപ്പോകേണ്ടവരാണ് എല്ലാവരും. അപ്പോൾ ഈ മടങ്ങിപ്പോകേണ്ട നയതന്ത്ര ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിദേശ മന്ത്രാലയത്തിൽ എത്തിയിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നാളെയാണ് ഈ പാക് വിസ കൈവശമുള്ള പാക് പൗരന്മാർ ഇന്ത്യ വിടേണ്ടത്. അവസാന തീയതി നാളെയാണ്. നാളെ കൊണ്ട് എല്ലാവരും ഇന്ത്യ വിട്ടിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ളത്. അത് വിവിധ സംസ്ഥാന സർക്കാരുകളോട് നടപ്പാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നാളേക്കുള്ളിൽ ഇവരെയൊക്കെ തന്നെ നാട് കടത്തിയിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ നിർദ്ദേശം. 29-ാം തീയതി വരെ മെഡിക്കൽ വിസ കൈവശമുള്ളവർക്ക് തുടരാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദീർഘകാല വിസ കയ്യിലുള്ളവർക്കും ഇന്ത്യയിൽ തുടരാം. പക്ഷേ ഇതൊക്കെ ചില പരിമിതികൾ വെച്ചിട്ടാണ് സർക്കാർ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. അതേസമയം മറ്റൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, ഈ തദ്ദേശീയരായിട്ടുള്ള ഭീകരവാദികളെ ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് പാക് ഭീകരർക്ക് എല്ലാവിധ സഹായവും നൽകുന്ന വിശദ വിവരങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്. കാരണം അസാധാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തരം യുദ്ധസമാനമായ സാഹചര്യങ്ങളെ തിരിച്ചടിക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ എടുക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതിർത്തികളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ പൗരന്മാരുടെ സേഫ്റ്റിക്ക് വേണ്ടി എടുക്കുന്നു എന്നാണ് ബസന്ത് വിവരിച്ചത്. ബി ബാലഗോപാൽ ശ്രീനഗറിലും പഹൽഗാമിലും ഒക്കെ തന്നെ ഇപ്പോഴും അവിടെയുണ്ട്. അവിടുത്തെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ പോകാൻ കഴിയുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പോയി ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ബി ബാലഗോപാൽ. ഇപ്പോൾ ഇത്രയും ദിവസമായി ഈ ബസന്ത് ഡൽഹിയിൽ നിന്നും നൽകിയ വിവരങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു
അസാധാരണമായ ഒരു സാഹചര്യങ്ങളിലേക്ക് അതിർത്തി പ്രദേശങ്ങൾ മാറുന്നുണ്ടോ? കാരണം നമ്മുടെ പൗരന്മാർക്ക് പല നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല തിരിച്ചടി സംബന്ധിച്ചും ഇപ്പം ഇത്രയും ദിവസമായി ഭീകരരെ കുറിച്ച് എന്തെങ്കിലും കാര്യമായ രീതിയിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? കാര്യമായ ഒരു ഇതിലേക്ക് ഇതുവരും എത്തിയിട്ടില്ല എന്ന രീതിയിലേക്ക് ഒരു പ്രതീക്ഷയ്ക്ക്, ഭീകരരുടെ കാര്യത്തിലുള്ള പ്രതീക്ഷയ്ക്ക് അല്പം മന്ദത എന്ന നിലയിലാണോ കാര്യങ്ങളെ കാണേണ്ടത്? അതല്ല മറ്റു രീതിയിലുള്ള തിരിച്ചടി? ഒപ്പം തന്നെ ഇന്നിപ്പോൾ പല ഭീകരരുടെയും 2 ഭീകരരുടെ അവരുടെ വീടുകൾ തുടർച്ചയായി ഇന്ന് തകർക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ സൈന്യത്തിന്റെ നീക്കങ്ങൾ, അവിടെയുള്ള പ്രതികരണങ്ങൾ കൂടി ബാലഗോപാൽ. പ്രജീഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുത്ത നടപടികളാണ് സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും CRPFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഭീകരർക്കെതിരായുള്ള ശക്തമായ നീക്കങ്ങളാണ് നടക്കുന്നത്. നേരത്തെ ബസന്ത് പറഞ്ഞതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ കാശ്മീരിൽ സജീവമായ 14 ഭീകരരെ, അതായത് തദ്ദേശീയരായ 14 ഭീകരരുടെ പേര് വിവരങ്ങൾ ഇന്ന് ഔദ്യോഗികമായി ഈ ഏജൻസികൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഇന്നലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള 2 പേരുടെ വീട് തകർത്തിരുന്നു. അവർക്ക് സഹായം നൽകിയ മറ്റ് 2 ഭീകരരുടെ വീടുകളായിരുന്നു ഇന്ന് പുലർച്ചെ തകർത്തത്. ഇന്ന് ഈ 14 പേരുടെ പേരുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അവർക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഭീകരവാദികൾക്ക് ഇപ്പോഴും സ്വാധീനമുള്ള ദക്ഷിണ കശ്മീരിലാണ് ഏറ്റവും കൂടുതൽ ഈ റെയ്ഡും മറ്റും നടക്കുന്നത്. ഏതാണ്ട് 100-ലധികം പേരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യുന്നതിനായി ഈ പോലീസും അതുപോലെ തന്നെ സൈന്യവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ജമ്മു കാശ്മീരിൽ നടന്നത്, കശ്മീരിലൊരു ഈ ഭീകരരുടെ ഒളിത്താവളം ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും പോലീസും സംയുക്തമായി റെയ്ഡ് നടത്തുകയും അത് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് 5 AK-47 ഉൾപ്പെടെ ഉള്ള ആയുധങ്ങളും നിരവധി ഈ മറ്റ് സാധന സാമഗ്രികളും, അതായത് സ്ഫോടനത്തിനും മറ്റും ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുമൊക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പെഹൽഗാം ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ശ്രീനഗർ, പെഹൽഗാം, അതുപോലെ തന്നെ രജൌരി തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ ഈ സംശയമുള്ളവരെ എല്ലാം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ ഭീകരർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ സൈന്യം കടക്കുന്നത്. ബാലഗോപാലാണ് ശ്രീനഗറിൽ നിന്നും ഇന്നത്തെ അപ്ഡേറ്റ് വ്യക്തമാക്കിയത്.